വെറ്ററിനറി അഡ്മിഷൻ നോക്കുന്ന കുട്ടികളുടെ പേരൻസിന് പല സ്ഥലങ്ങളിൽ നിന്നും കോളുകൾ വരാറുണ്ട്. ചില സ്പെസിഫിക് കോളേജിൽ ഇത്ര ഫീസായിരിക്കും, അല്ലെ വളരെ കുറഞ്ഞ ഫീസായിരിക്കും നമുക്ക് അവർ വാഗ്ദാനം ചെയ്യുന്നത്. അപ്പോൾ അതിൽ അവരോട് നമ്മൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? അതേപ്പറ്റി നമ്മൾ എന്ത് സ്റ്റഡീസാണ് നമ്മൾ നടത്തേണ്ടത്? അതേപ്പറ്റി നമ്മളോട് പറയുന്നത്. നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ പ്രൈവറ്റ് സെക്ടറിൽ 8 വെറ്ററിനറി കോളേജുകളാണ് ഈ പറഞ്ഞ 2 സ്റ്റേറ്റായിട്ടുള്ളത്. അപ്പോൾ ഈ 8ൽ ഒരു കോളേജ് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് വിളിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ലോ ഗ്രേഡ് കോളേജുകളായിരിക്കും. അവർ ആ കോളേജായിട്ട് മാത്രം അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആ ആളുകളായിരിക്കും. കോളേജിൻ്റെ എന്തെങ്കിലും ഒരു പോസിറ്റീവ്നെസ് അവർ കണ്ടുപിടിച്ച് നെഗറ്റീവ്സ് ആയിരിക്കും ഒരു 80%. അത് ഹൈഡ് ചെയ്ത് നമ്മൾ എങ്ങനെയല്ല അതിലേക്ക് ആക്കാനായിട്ടായിരിക്കും അവർ ശ്രമിക്കുന്നത്. അതെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ലിമിറ്റഡ് ആക്കുവാണ്. ഈ പറഞ്ഞ ഒരു കോളേജിനെ പറ്റി പറഞ്ഞു, നമ്മൾ അവിടെ അങ്ങ് ജോയിൻ ചെയ്യുന്നു. വേറെ കോളേജായിട്ട് നമ്മൾ കമ്പാരിസൺ വരുന്നില്ല. അപ്പോൾ അതാണ് ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത്. കാരണം ഇന്ത്യയിലെ നിങ്ങൾക്ക് എന്ത് നീറ്റ് സ്കോർ ആണെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് വെറ്റിനറി കോളേജിൽ ക്വാളിഫൈഡ് ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് വെറ്റിനറി കോളേജ് എത്താനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു കുറഞ്ഞ ഫീസ് ഒരു ബിലോ 30 ഒക്കെ പറഞ്ഞാണ് നിങ്ങൾ വിളിക്കുന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കുക, അത് ഷെഡ്യൂൾ 1 കോളേജ് ആയിരിക്കില്ല അല്ലേ? നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ആൻഡ് പ്രൈം നമ്മുടെ കൺസേൺ കൊടുക്കേണ്ടത് ഷെഡ്യൂൾ 1 കാരണം നമുക്കിവിടെ വന്നിട്ട് നമുക്ക് വേണ്ടത് സർട്ടിഫിക്കറ്റാണ്. നമുക്കിവിടെ ഒരു വെറ്റിനറി ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റാണ്. അതിന് നമുക്ക് വേണ്ടത് ഷെഡ്യൂൾ 1 സർട്ടിഫിക്കറ്റ് വേണം. ഷെഡ്യൂൾ 1 കോളേജുകളാണെങ്കിൽ ഒരിക്കലും 30 lakhs താഴെ ഫീസ് നിങ്ങൾക്ക് കിട്ടത്തില്ല. ആക്ച്വലി ഒന്നാമത്തെ കാര്യം. പിന്നെ വേറൊരു കാര്യം, ഈ കോളേജിലുള്ള മലയാളി പോപ്പുലേഷൻ നിയർലി 0 ആയിരിക്കും അല്ലേ? കാരണം ഭൂരിഭാഗം മലയാളി കുട്ടികളും നല്ല പ്രീമിയം കോളേജിൽ തന്നെയാണ് പഠിക്കുന്നത്. നിങ്ങൾ കുറഞ്ഞ ഫീസ്, ചെറിയ ഫീസ് വ്യത്യാസം ഉണ്ടെന്ന് അതൊരു ഫാക്ടർ മാത്രം പരിഗണിച്ച് ഇങ്ങനത്തെ ഒരു ബി ഗ്രേഡ് കോളേജിലേക്ക് പോകുമ്പം നമ്മളവിടെ ഒരു ഒറ്റപ്പെട്ട ലൈഫായിരിക്കും അടുത്തൊരു 6 വർഷത്തേക്ക് ഉണ്ടാകുന്നത്. കിട്ടുന്ന ഫീസ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടിയ മാക്സിമം ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് പ്രീമിയം വെറ്റിനറി കോളേജും ഇന്ത്യയിലെ ഏറ്റവും ലീസ്റ്റ് ക്വാളിറ്റിയുള്ള കോളേജും തമ്മിലുള്ള ഫീസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എൻറ്റയർ ഫോർ 5 year 2 lakhs ആയിരിക്കും. ഈ 2 lakhsന് വേണ്ടിയാണ് നമ്മുടെ എൻറ്റയർ ലൈഫ് സ്പോയിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടെ പോയിട്ട് പെട്ടുപോകാന്ന് തന്നെ പറയേണ്ടി വരും നമ്മൾ. അതെ. സോ കോളേജ് ചൂസ് ചെയ്യുമ്പോൾ വൈസായിട്ട് ചൂസ് ചെയ്യുക. ഈ പറഞ്ഞ 8 കോളേജുകളിൽ നമുക്ക് മലയാളി സ്റ്റുഡൻസിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു 4 കോളേജസ് ഉണ്ടാവും. ഈ 4 കോളേജ് നമുക്ക് വിത്തിൻ 1 or 2 days നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. വിസിറ്റ് ചെയ്ത് തന്നെ ചൂസ് ചെയ്യുക. അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസായിട്ട് സംസാരിക്കുക, അവിടുത്തെ ഫാക്കൽറ്റീസിനെ കാണുക, മനസ്സിലാക്കുക, അവിടുത്തെ പേരൻസായിട്ട് സംസാരിക്കുക, ഏറ്റവും ബെസ്റ്റ് ഫീസിൽ തന്നെ എടുക്കുക. പ്രൈവറ്റ് വെറ്റിനറി അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട് എനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്ട് us. താങ്ക് യു.